നിജേഷ് അരവിന്ദ് അദ്ദേഹത്തിന്റെ ജനകീയ അടിത്തറ കണ്ടുകൊണ്ടാണോ, അൻവറിന്റെ ജനകീയ അടിത്തറ കണ്ടുകൊണ്ടാണോ ഇന്ന് UDF നേതാക്കൾ ഇന്ന് പ്രതികരിച്ച ആരായിരുന്നാലും VD സതീശനാണെങ്കിലും കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും ഒക്കെ പിന്തുണയ്ക്കുകയായിരുന്നു PV അൻവറിനെ? അതായത് ഈ അറസ്റ്റ് അതിനെ വിമർശിക്കുകയാണ് ഉണ്ടായത്. അത് ഈ ജനകീയ അടിത്തറ കണ്ടാണ്, അതോ ആ വിഷയത്തിന്റെ ഒരു മെറിറ്റ് കണ്ടിട്ടാണ്? പിന്നെ ഈ രാത്രിയിൽ പോയി ജനപ്രതിനിധിയെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നതിലെ ഒരു അപാകത, അത് മാത്രമല്ലേ UDF-ഉം കോൺഗ്രസും അവിടെ പരിഗണിച്ചിട്ടുള്ളൂ? അതല്ലാതെ ഈ അൻവർ വലിയ ജനകീയ പിന്തുണയുള്ള ആളായി മാറിയിട്ടുണ്ട്, അദ്ദേഹം ഉയർത്തുന്ന എല്ലാം വലിയ ജനകീയ വിഷയങ്ങളാണ്, അത് കണ്ടുകൊണ്ടായിരുന്നോ? അല്ല, തീർച്ചയായിട്ടും നേതൃത്വം ഉയർത്തിയത് അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത കണ്ടുകൊണ്ടല്ല. ശരി, ഞാൻ നിജേഷ് ഉണ്ട്. നിജേഷ് എന്നോടാണോ ചോദ്യം? അല്ല, നിജേഷ്. തീർച്ചയായിട്ടും പിണറായി വിജയൻ ഭരണകൂടം ചെയ്ത ഈ ഒരു നടപടിയോടുള്ള എതിർപ്പാണ് കാണിച്ചത്. ഇത്രയൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ. PV അൻവറിനോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം പോയി ഹാജരാവും. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ആളല്ലല്ലോ, ഒളിച്ചു നടക്കുന്ന ആളല്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുക. എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ? മുങ്ങിപ്പോകുന്ന ഒരാളൊന്നും അല്ലല്ലോ. അതിന് പകരം നമ്മുടെയൊക്കെ നികുതി പണം ഉപയോഗിച്ച് പോലീസുകാരെ ഒതായി മുഴുവൻ വലയം ചെയ്ത് അതിസാഹസികമായി പിടിച്ചുകൊണ്ട് ജയിലിലിട്ട് ഇന്ന് വൈകുന്നേരം ജാമ്യം കിട്ടി. ഇങ്ങനെയൊക്കെ സർക്കസ് കാണിക്കേണ്ട എന്താ ആവശ്യമാണുള്ളത്? അപ്പൊ ആ ഒരു നയത്തിനോട് പിണറായി വിജയന്റെ ഈ സമീപനത്തിനോടുള്ള എതിർപ്പ് ഞങ്ങൾ ഈ കാര്യത്തിൽ മാത്രമല്ല ഏത് കാര്യത്തിലുണ്ട്. ഒരു ഭാഗത്ത് കൊലപാതകികളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു. പെരിയ കൊലപാതകികളെ, കോടതി ശിക്ഷിച്ച കൊലപാതകികളുടെ അടുത്തേക്ക് പുസ്തകവുമായി കൊണ്ട് CPM-ന്റെ നേതാക്കന്മാർ പോകുന്നു. ജയിലിലെടുത്ത് മുഴുവൻ കാത്തു നിൽക്കുന്നു. അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ അഭിവാദ്യങ്ങൾ കൊടുക്കുന്നു കൊലപാതകികൾക്ക് വേണ്ടി. മറുഭാഗത്ത് ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത ആളുകളെ എന്തെല്ലാം വകുപ്പ് ഉപയോഗിച്ച് ജയിലടക്കാൻ ശ്രമിക്കുന്നോ ആ രീതിയിലൊക്കെ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ CPM ചെയ്തിരിക്കുന്നത് അൻവറിനെ ഒറ്റപ്പെടുത്തുകയല്ല, അൻവർ എന്ന് പറയുന്ന MLA-യെ ശക്തിപ്പെടുത്തുന്ന പണിയാണ്. പിന്നെ ജയിലിലിട്ട് കുറെ കേസുകൾ കൊടുത്ത് ജയിലിലിട്ട് ഒരാൾ ഇല്ലാതാക്കാമെന്നൊക്കെ ആധുനിക കാലത്ത് ആരെങ്കിലും വിശ്വസിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾക്കൊരു നിയമ വ്യവസ്ഥിതിയുണ്ട്. ജയിലിൽ എത്ര കാലം കിടന്നാൽ ബ്രിട്ടീഷ് കാലത്ത് ജയിലിൽ കിടന്ന ആളുകൾ ഇത്രയും കാലം ഇതേ ഭരണകൂടത്തിന്റെ തണലിൽ വിലസിയിരുന്നയാളാണ് PV അൻവർ. അദ്ദേഹത്തിനെതിരെ എത്രയോ പരാതികൾ വന്നിരുന്നു. എന്തെങ്കിലും നടപടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തടയണ വിഷയത്തിൽ എത്ര വലിയ കേസുണ്ടായിരുന്നു? എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? അതിനുശേഷം അദ്ദേഹം ഈ CPM-മായി പിണങ്ങിയതിനു ശേഷമാണ്, LDF-ൽ നിന്ന് പുറത്തു വന്ന ശേഷമാണ് എന്തെങ്കിലും നടപടികൾ തുടങ്ങി വെക്കുകയെങ്കിലും ചെയ്തത്. അപ്പോൾ അൻവറിനെ നിങ്ങളിങ്ങനെ പെട്ടെന്ന് വെള്ളപൂശരുതേ. അല്ല, ഞങ്ങൾ അൻവറിനെ വെള്ളപൂശിയതല്ല. ഞാൻ പറഞ്ഞത് ഒരാളെ ജയിലിലടച്ചാൽ ഒരാൾക്കെതിരെ ഇന്നലെ 8 വർഷമായി ചെയ്യാത്ത കേസുകളെല്ലാം പൊടി തട്ടിയെടുത്ത് അദ്ദേഹത്തെ അകത്താക്കാൻ ശ്രമിച്ചാൽ അത് അൻവർ എന്നല്ല ആരാണെങ്കിലും അയാൾ ശക്തിപ്പെടുകയാണ് ചെയ്യുക. ബ്രിട്ടീഷുകാരന്റെ ജയിലിൽ കിടന്ന ആളുകൾ, 10 വർഷം കിടന്ന ആളുകൾ പുറത്ത് വരുമ്പോൾ ശക്തിപ്പെട്ടാണ് വന്നത്. ഞാനതൊരു സൂചിപ്പിച്ചിരുന്നു. രാഹുൽ മങ്കൂട്ടത്തിലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്ത് സംഭവിച്ചു? രാഹുൽ എന്ന ചെറുപ്പക്കാരന്റെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ജനപ്രീതി ഉയർന്നു. അതുകൊണ്ട് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പമ്പര വിഡ്ഢിത്തമാണ്. പിണറായി വിജയനോട് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ കേസിൽപ്പെടുത്തുക, ജയിലിലടയ്ക്കുക, കേസെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഏതായാലും നമ്മൾക്കറിയാം പിണറായി വിജയൻ ഭരണകൂടത്തിൽ ശ്രീ VD സതീശൻ പറഞ്ഞതുപോലെ നിയമസഭയ്ക്ക് അകത്തുള്ള സകല സാധനവും തല്ലിപ്പൊട്ടിച്ച് ലോകം മുഴുവൻ കണ്ട പ്രതികൾ, മന്ത്രിമാര് എസ്കോർട്ടിൽ വിലസുന്ന സമയത്ത് ഒരാളെ വീട് വളഞ്ഞ് മറ്റൊരു MLA അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണാനുള്ള ബുദ്ധിയും വിവരമൊക്കെ നാട്ടുകാർക്കില്ലേ? ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി നമ്മൾക്ക് എല്ലാവർക്കും ഇല്ലേ? അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഈ ചെയ്തിരിക്കുന്നത് അങ്ങനെ അത് മണ്ടത്തരമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് അൻവറിന് നേട്ടമുണ്ടാക്കുന്ന ഒന്നും ചെയ്തു കൊടുക്കുവാൻ സർക്കാർ തയ്യാറാവില്ലല്ലോ. കാരണം അൻവർ എന്ന് പറയുന്ന ഇപ്പോൾ CPM-ന്റെ ശത്രുവാണ്, ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന ആളാണ്. പക്ഷേ ആ ഒരു രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് പിടിച്ചകത്തിടുക, അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമോ ശ്രീ നിജേഷ് അരവിന്ദ്? CPM അടുത്ത കാലത്ത് ബുദ്ധിപൂർവ്വം എടുത്ത് എന്തെങ്കിലും ഒരു നിലപാട് മജീഷിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എന്ത് നിലപാട്? വടകര ഇലക്ഷന്റെ സമയത്ത് കാഫർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. 57-ൽ CH കണാരനെതിരെ ഉണ്ടാക്കി അതേ സാധനമാണ് 2024 ഉണ്ടാക്കിയത്. പാളിപ്പോയില്ലേ? അതിനുശേഷം എന്തെല്ലാം വിഷയങ്ങൾ പാലക്കാട് ബൈ ഇലക്ഷനിൽ സുപ്രഭാതത്തിലും സിറാജിലും പരസ്യം കൊടുത്തു, പാളിപ്പോയില്ലേ? സന്ദീപ് വാര്യർ വന്ന സമയത്ത് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞു, പാളിപ്പോയില്ലേ? വലിയ സന്നാഹത്തോടു കൂടി വന്ന് നീല ട്രോളി ബാഗ് രാഹുലിനെ പിടിച്ച് അകത്തിട്ട് രാഹുൽ എവിടെ, അതാണ് ഇതാണെന്ന് BJP-കാരന്റെ തോളിൽ കൈയിട്ട് ചെന്ന് പാളിപ്പോയില്ലേ? ഏത് സരിനെ കൊണ്ടുപോയി വലിയ സംഭവമാക്കി, പാളിപ്പോയില്ലേ? ഏതാണ് ഒരു നിലപാട്?
ഈ അടുത്ത കാലത്ത് CPM ബുദ്ധിപൂർവ്വം എടുത്ത എന്തെങ്കിലും ഒരു നിലപാട് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ബുദ്ധിയുള്ള പാർട്ടിയൊക്കെ ആയിരുന്നു പണ്ട് CPM. ഇന്ന് അങ്ങനെ ഒരു ബുദ്ധിയൊന്നും CPM-ന്റെ ഒരു പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒന്ന് കാണാൻ സാധിക്കുമോ? അതുകൊണ്ട് CPM ചെയ്യുന്നത് ഈ ഒരു കേസിലല്ലേ, ഏത് കേസിലാണ് CPM ബുദ്ധിപൂർവ്വം ശരി